പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ ആരും ആരെയും കൂടെ കൂട്ടരുത്. ഉപേക്ഷിക്കുന്നവർക്കറിയില്ല ഉപേക്ഷിക്കപ്പെടുന്നവരുടെ വേദന. ചിലർക്ക് തങ്ങളുടെ അഹങ്കാരം മൂലം വിലപ്പെട്ട ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു. ചിലർക്ക് ബന്ധങ്ങൾ സംരക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആത്മാഭിമാനം നഷ്ടപ്പെടുന്നു. ഈ വാക്കുകൾ ഓർക്കുക. ശക്തരായിരിക്കുക, എന്നാൽ അഹങ്കരിക്കരുത്. ദയ കാണിക്കുക, എന്നാൽ ദുർബലരാകരുത്. വിനയം കാണിക്കുക, എന്നാൽ ഭീരു ആകരുത്. അഭിമാനിക്കുക, എന്നാൽ അഹംഭാവം പാടില്ല. ചില നേരം പറയുന്നതാരും കേൾക്കാറില്ല, കേൾക്കുന്നതാരും പറയാറുമില്ല. എന്നാൽ പറയാത്തത് കേൾക്കാനും കേൾക്കാത്തത് പറയാനും മനുഷ്യരോളം മിടുക്ക് മറ്റാർക്കുമില്ല. ഒറ്റപ്പെടലിനെയും പോസിറ്റീവായി കാണണം. കാരണം ആദ്യം അത് നമ്മളെ തളർത്തുമെങ്കിലും പിന്നീട് ആർക്കും ഒന്നിനും കുത്തിനോവിക്കാൻ കഴിയാത്ത വിധം നമ്മളെ ശക്തരാക്കുന്നു. പ്രശ്നം പരിഹരിക്കുക, അല്ലെങ്കിൽ പ്രശ്നം ഉപേക്ഷിക്കുക, എന്നാൽ പ്രശ്നവുമായി ജീവിക്കരുത്. നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക, അവ വാക്കുകളായി മാറുന്നു. നിങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കുക, അവ പ്രവൃത്തികളായി മാറുന്നു. നിങ്ങളുടെ പ്രവൃത്തികളെ ശ്രദ്ധിക്കുക, അവ ശീലങ്ങളായി മാറുന്നു. നിങ്ങളുടെ ശീലങ്ങളെ ശ്രദ്ധിക്കുക, അവ സ്വഭാവമായി മാറുന്നു. നിങ്ങളുടെ സ്വഭാവം ശ്രദ്ധിക്കുക, അത് നിങ്ങളുടെ വിധിയായി മാറുന്നു. ക്ഷമിക്കുന്തോറും കുറഞ്ഞു പോകുന്നത് നമ്മുടെ സമാധാനമാണെങ്കിൽ ആ ക്ഷമ കൊണ്ട് വേദനിപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ്. ചിലതൊക്കെ ക്ഷമിക്കാം, ചിലതൊക്കെ മറക്കാം. പക്ഷെ ചിലതൊക്കെ എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടതാണ്. അതിനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതുകൊണ്ടാണ് പലരും വീണ്ടും വീണ്ടും വേദനിക്കുന്നത്. കഴിഞ്ഞതിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നതും ഭാവിയെ ഭയപ്പെടുന്നതും നിർത്തുക. ഇന്ന് മാത്രമാണ് നിങ്ങൾക്കാകെയുള്ളത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒരു മനുഷ്യനോട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒരേ കാര്യം എല്ലാ ദിവസവും പറയേണ്ടി വരുന്നുണ്ട് എങ്കിൽ, എന്നിട്ടും അവരിൽ യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല എങ്കിൽ, ഒരിക്കലും അതിനർത്ഥം അവർക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നല്ല. മറിച്ച് അതിനർത്ഥം അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രാധാന്യവുമില്ല, അവർ യാതൊരു ബഹുമാനവും നൽകുന്നില്ല എന്നാണ്. ചിലർ വാക്കുകൾ കൊണ്ടും ചിലർ പ്രവൃത്തി കൊണ്ടും ചിലർ മൗനം കൊണ്ടും വേദനിപ്പിക്കുന്നു. എന്നാൽ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം വിലമതിക്കുമ്പോൾ ആരെങ്കിലും നമ്മെ അവഗണിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ മനസ്സ് ഒരു കാന്തമാണ്. അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നു. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പ്രശ്നങ്ങളെ ആകർഷിക്കുന്നു. എല്ലായ്പ്പോഴും നല്ല ചിന്തകൾ വളർത്തിയെടുക്കുകയും പോസിറ്റീവായി തുടരുകയും ചെയ്യുക. ഒരു സാഹചര്യം മാറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ മാറ്റുക. നിങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഭൂരിഭാഗവും നിങ്ങൾ പ്രതികരിക്കുന്ന രീതിയിലാണ് ഉണ്ടാകുന്നത്, അല്ലാതെ ജീവിത രീതിയിലല്ല. നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും. നിങ്ങളെക്കുറിച്ച് ചിലർ പരദൂഷണം പറയുന്നതും നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നതും നിങ്ങൾ തെറ്റ് ചെയ്തത് കൊണ്ടല്ല, നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. നമ്മൾ ആരെയും പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. നമ്മൾ മനസ്സിലാക്കിയത് പോലെ ആവണമെന്നില്ല എല്ലാവരുടെയും ജീവിതം. ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും ഒന്നിലും തൃപ്തി വരാത്തവരാണ് നമ്മൾ. നമ്മുടെ ജീവിതം മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. നമ്മൾ എത്ര ശ്രമിച്ചാലും അവരാകാൻ നമുക്കോ നമ്മളാവാൻ അവർക്കോ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വ്യക്തി തന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് സമ്മർദ്ദവും വിഷാദവും അസ്വസ്ഥതയും ഉണ്ടാകുന്നത്. അവരുടെ പ്രവൃത്തികൾ കാരണം നിങ്ങൾ കരയുന്നത് കണ്ട് സംതൃപ്തി അടയാനുള്ള അവസരം ആർക്കും നൽകരുത്. ചില വാക്കുകളോ സന്ദർഭങ്ങളോ വളരെ ചെറുതാണെങ്കിൽ പോലും അതുമൂലം മനസ്സിലുണ്ടാകുന്ന വേദന ആഴമേറിയതാവും. മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിനു ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. ഒരു നല്ല ചിന്തയോടെ മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും.
ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ്, പക്ഷേ ചേർത്തു നിർത്താൻ അത്ര എളുപ്പമല്ല. കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്കേ പറ്റൂ. മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ. അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരു പിടി നല്ല ഓർമ്മകളുമാണ്. ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക, നമ്മൾ എന്ന ചിന്ത വളർത്തുക, അഹംഭാവത്തെ മറികടക്കുക, സ്നേഹത്തിന് വില കൽപ്പിക്കുക, അപവാദങ്ങളെ അവഗണിക്കുക. എല്ലാം അതിൻ്റേതായ സമയത്ത് ഭംഗിയായി നടക്കുന്നതാണ്. അമിത ചിന്തകൾ പ്രയോജനം ചെയ്യില്ല. ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായേക്കാം. ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വിശ്വസിക്കാൻ തയ്യാറാവുക. ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അയാൾ ചെയ്തതെല്ലാം മറന്നു എന്ന് അർത്ഥമില്ല. ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഓർത്തു വയ്ക്കുക എന്നത് നമ്മുടെ മുൻകരുതലും. ഒരുപാട് ആഗ്രഹിച്ചാലേ കുറച്ചെങ്കിലും നമുക്ക് കിട്ടൂ. പക്ഷെ ഒന്നും കിട്ടിയില്ല എന്നു കരുതി നിരാശരാവരുത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും നമ്മുടേതായ ഒരു ദിവസം വരും. അപ്പോൾ നല്ലൊരു നാളേക്കായി കാത്തിരിക്കാം. യാഥാർത്ഥ്യം എന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ പോരായ്മകളിലും ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും.